ഇത്രയും വിഷയങ്ങൾ ഇങ്ങനെ നിരനിരയായി കിടക്കുകയാണ്. അങ്ങ് പറഞ്ഞു തീർക്കാൻ പോലും സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയേറെ വിഷയങ്ങളുണ്ട്. പക്ഷേ വാർത്തകളിലേക്കൊക്കെ തന്നെ വരുന്നത് UDFിലെ അനൈക്യം അല്ലെങ്കിൽ കോൺഗ്രസിലെ അനൈക്യം, നേതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം, ഇതൊക്കെയാണ്. ഇപ്പോൾ അൻവർ വിഷയത്തിൽ പോലും നേതാക്കൾ തമ്മിൽ പല അഭിപ്രായമുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണ് UDFിൻ്റെ. നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഞങ്ങൾ ഇത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കൽപ്പറ്റ നാരായണ മാഷ് ശരിക്കും പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹങ്ങൾ, വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നത് അവസാനിപ്പിക്കരുത്, കാരണം അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്. പക്ഷേ ആ സൗന്ദര്യം അനൗചിത്യമായി മാറുന്ന അവസരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി KPCC പ്രസിഡന്റ് മുതൽ UDF ഘടകകക്ഷിയിലെ അവസാനത്തെ ആളെന്ന് ഞാൻ പറയുന്നത് അംഗബലം അങ്ങനെയൊന്നുമല്ല കേട്ടോ, എല്ലാ ആളുകളും ഒരു മനസ്സോടെ ഒരേ മനസ്സോടെ രാഷ്ട്രീയം പറയുന്ന, അതിൽ ഈ പറയുന്നത് പോലെ ചില ആളുകൾ ഇന്ന ആളിൻ്റെ പിടിവാശി കൊണ്ടാണ്, അങ്ങനെ ഒന്നുമില്ലാത്ത രീതിയിൽ ഒരേ മനസ്സോടുകൂടി, അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ സവിശേഷ ശ്രദ്ധയിലേക്ക് UDF രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങുന്നു. ആരും അനൈക്യമല്ല പറയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ നാളെ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പ്രവചിക്കാൻ കഴിയില്ല, കാരണം ഞാൻ സംസ്ഥാന നേതാവായിട്ടില്ല. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDFിന് ഒരു മിഷനാണ്. ആ മിഷൻ പ്രവൃത്തി പദത്തിലെത്തിരിക്കേണ്ട മോഡ് ഓഫ് ഓപ്പറാൻഡി ഞങ്ങളുടെ നേതാക്കന്മാർ ഒരുമിച്ച് ആലോചിച്ചുറപ്പിച്ച് ഓരോ ദിവസത്തിനും ഞങ്ങൾക്ക് ഓരോ തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങൾ ഞങ്ങൾ പ്രയോഗതലത്തിലെത്തി.